നീ എന്തിനാണ് നിത്യമോളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇനി ഞങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതിന് തടസ്സമായി നീ പോയി വിളിച്ചോണ്ട് വന്നതാണോ ആ മനുഷ്യനെ? എത്രയോ തവണ നിന്നോട് കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു. ഓരോ തവണയും തിരുത്തുന്നത് പോലെ നീ എന്റെ മുൻപിൽ അഭിനയിച്ചു. എന്നിട്ടോ അതുവരെ ചെയ്തതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നിത്യം നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട്. നീ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അവളാണ് എന്നെ ജീവിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി തിരുത്തിക്കോളാം എന്നൊരു വാക്ക് നീ എന്നോട് പറയണ്ട. നിന്നെ കൊണ്ടത് പറ്റില്ല. ഇന്ന് നേരം വെളുത്തപ്പോ തന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയത് എന്തിനാണെന്നറിയോ? നിനക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനാ. അത്രയ്ക്ക് ഗതികെട്ടൊരമ്മയാടാ ഞാൻ. സ്വന്തം മകനെതിരെ തെളിവുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരമ്മ. അത് ഞാൻ എന്തിനു ചെയ്തെന്ന് നിനക്കറിയോ? നാളെ നിന്നെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നീ അതിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടാവാൻ വേണ്ടിട്ടാ. ഒരു കാര്യം നീ ഓർത്തോ, ഈ വീട്ടിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന പെണ്ണാണ് നിത്യ. അവളുടെ സങ്കടങ്ങൾ പറഞ്ഞൊരു പരാതി കൊടുത്ത അതിന്റെ തെളിവുകൾ നിയമപാലകർ എന്നോടാ ചോദിക്കുക. ഞാൻ ഒരിക്കലും നിന്നെ ന്യായീകരിക്കില്ല. കൊണ്ടുപോവാനും ശിക്ഷിക്കാനുമേ പറയൂ. അച്ഛൻ പറയുന്ന പോലെ നിന്നെ വീട്ടിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ നിനക്കത് പോരാ. അഴിക്കുള്ളിൽ കിടക്കണം നീ, നരകിക്കണം നീ. ജീവിതം എന്താണെന്ന് പഠിക്കണം നീ. എന്റെ പൊന്നമ്മ അങ്ങനൊന്നും ചെയ്യരുത്. ഒരവസരം കൂടി എനിക്ക് തരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്നുമല്ല. ഞാൻ വേണമെങ്കിൽ നമ്മുടെ കാല് പിടിക്കും. മാറി നിൽക്കണം അങ്ങോട്ട്. ഇനി നീ എങ്ങനെ അപേക്ഷിച്ചാലും ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. നീ ക്രിമിനലാണെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യേണ്ടത് നിയമമാണ്. കണ്ടോടാ കുഞ്ഞിനെ? കണ്ടു. എന്റെ കൈ തന്നു, എന്റെ നെഞ്ചത്ത് കിടത്തി. നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. എന്നിട്ട് ചേർത്ത് പിടിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഈ ഭൂമിയിലെ എല്ലാ സന്തോഷം കൂടി എൻ്റെയും മോളുടെയും ചുറ്റും വന്ന് നിന്നതുപോലെ. ഒരു കണക്കിന് വീണ പോയില്ല എന്ന് പറഞ്ഞത് നന്നായി. ഞാനാ അതിനവളോട് നന്ദി പറയേണ്ടത്. ഇത്രയും നേരം എൻ്റെ കുഞ്ഞ് എൻ്റെ നെഞ്ചോടൊട്ടി കിടന്നില്ലേ? ഞാൻ അവളെ ചേർത്ത് പിടിച്ചില്ലേ? അച്ഛൻ്റെ മോളേന്ന് ഞാൻ വിളിച്ചില്ല. എനിക്കത് മതി അമ്മാവാ. ഏതവസ്ഥയിലും എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത് നീയാ.
ഇവിടെയും നീ തന്നെയാ. ഒരു 100 ജന്മം നിനക്ക് സേവ ചെയ്താലും ഈ അമ്മാവന്റെ കടം തീരൂല. അമ്മാവനൊന്ന് ചുമ്മാ തരുന്നേ. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ട. കുഞ്ഞിനെ കുറിച്ച് ഞാൻ വീണയോടൊന്ന് പറയട്ടെ. അതെന്ത് പണിയ വീണേ? കുഞ്ഞിന് ചൂട് കൊടുക്കാൻ ഹരിയെ പോകാനായിട്ട് എന്തിനാ അനുവദിച്ചേ? ഹരിയും കുഞ്ഞുമായിട്ട് എന്താ ബന്ധം? കുഞ്ഞിനെ വീണയ്ക്ക് വേണ്ട. കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാണെന്ന് വീണ സമ്മതിച്ചിട്ടുള്ളതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, NIC-ന്ന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും. ആ നേരത്ത് വാക്ക് മാറാന്ന് വീണ കരുതണ്ട. ഞാൻ വാക്ക് മാറില്ല. എങ്കിലേ ഹരിയെയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരിനി ആ കുഞ്ഞിനെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയണം. എന്തൊക്കെ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? കാര്യമൊക്കെ ശരിയാ. വീണയെ കാണാൻ നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവിടെ വന്ന് കൂട്ടിയിരുന്നതും വലിയ കാര്യം തന്നെയാ. എന്ന് കരുതി ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് അഭിപ്രായം പറഞ്ഞോണ്ടല്ലോ. അഭിപ്രായം ഞാൻ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇവരെനിക്ക് പണവും തന്നിട്ടുണ്ട്. ഞാൻ ഇവർക്ക് എഗ്രിമെന്റും കൊടുത്തിട്ടുണ്ട്. അയ്യോ, നീ ദുഷ്ടത്തരം പറയാതടി. നിന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ ആരും അറിയാതെ വിൽക്കേ. നീ എങ്ങനെയാടി ഒരു അമ്മയെന്ന് വിളിക്കുക? എന്നെ ആരും അങ്ങനെ വിളിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ആ കുഞ്ഞിനെ കാണുക പോലും വേണ്ട. വീണേ, നിങ്ങൾ എന്റെ ആരാ? ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അന്തസ്സുള്ളവനാണെങ്കിലേ അത് പാലിക്കണം. അല്ലാതെ വീണ്ടും വീണ്ടും എന്റെ തീരുമാനങ്ങളിൽ കയറി ഇടപെടുകയല്ല വേണ്ടത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയ കുഞ്ഞിനെ ഇവര് കൊണ്ടുപോകും. അതെന്റെ തീരുമാനം. അതിനനുവദിച്ചില്ലെങ്കിലേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് ചാവും.
ഞങ്ങൾ കാത്തു നിന്നത് ഞങ്ങളുടെ കുഞ്ഞിനെയാ. NIC കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാ. അതിന് അവകാശം പറയാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ വീണ തന്ന എഗ്രിമെന്റ് കോടതി കാണും. വാ അലീസേ. മതി മതി മതി. മോളിരിക്കേ. കഴിക്കച്ച. മതി 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 ഇരിക്കേ. മോളുടെ കൈ കൊണ്ട് എന്തെങ്കിലും വിളമ്പി കഴിച്ചിട്ട് നാളെ കുറേയായി. ഇവിടുത്തെ കറിക്കുട്ടികളൊക്കെ അച്ഛന് പിടിക്കുവോ? ഉണ്ടാക്കുന്നത് മോളും സുജാതയല്ലേ, ഇനി എന്ത് മാറ്റം വരാനാ? അത് മാത്രമല്ല, സ്നേഹത്തോടെ ഒരാൾ വിളമ്പി തരുമ്പോൾ അല്പം രുചി കുറഞ്ഞാലും വയറും മനസ്സും അതറിയില്ല. ഇതിനെന്താ കുഴപ്പം? നല്ല രുചിയുണ്ടല്ലോ. അച്ഛാ, ജീവൻ എപ്പോഴാ അവിടെ വന്നേ? എന്താ അച്ഛനോട് പറഞ്ഞേ? അത് കൊള്ളാലോ. സംഗതി ജീവൻ എന്നോട് പറഞ്ഞത് ജീവൻ എടുത്ത തീരുമാനമായിട്ടാ എന്നെ വിളിക്കുന്നെന്നാ. പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടാന്നാ. ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് അച്ഛനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞില്ല. അവിടെ ചന്ദ്രയുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മോൻ വന്നത്. എന്താ മോനെ, തനിച്ചേ ഉള്ളോ? ആ, തനിച്ചേ ഉള്ളൂ. ഞാൻ അച്ഛനോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ എന്തിനെങ്ങനെ പരിഭ്രമിക്കുന്നത്? വേറെ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ദേ, വേണമെങ്കിൽ സന്തോഷിക്കാനുള്ള കാര്യമാണെന്ന് പറയാം. മുൻപൊരു ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അച്ഛൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നിത്യ അത് വേണ്ടെന്നും പറഞ്ഞില്ലേ? ഓ, അത് കഴിഞ്ഞ കാര്യല്ലേ. അത് പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ മാത്രം വച്ചാ. പക്ഷെ നിത്യയുടെ മനസ്സിൽ അതിപ്പോഴൊരു വേദനയായിട്ട് കിടക്കുക. ദേ, 1-2 തവണയായി ആള് മാറി നിൽക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് കരയുന്നൊക്കെ ഞാൻ കാണുന്നു. അപ്പോഴാണ് ഞാൻ കാര്യം ചോദിക്കുന്നത്. അച്ഛനോട് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമം എത്രയായിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചില്ല. എന്താ ഈ കുട്ടി ചെയ്യുന്നേ? മോനെ, ഫോണിൽ നിന്ന് വിളിച്ചെന്നേ, ഞാൻ അവളോട് സംസാരിക്കാം. അയ്യോ അച്ഛ, ഇതങ്ങനെ സംസാരിച്ച് തീർക്കേണ്ട കാര്യമൊന്നും അല്ലെന്നേ. അയാളുടെ മനസ്സിൽ നിന്ന് ആ വേദന മാറണമെങ്കിലേ കുറച്ച് ദിവസം അച്ഛനോടെ വന്ന് നിൽക്കണം. അച്ഛനെ വേണ്ടത്ര പരിചരിക്കാൻ അയാൾക്ക് കഴിയണം. ഏയ്, അതൊന്നും വേണ്ടെന്നേ. അച്ഛാ, ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുക്കണം. അയാളുടെ കണ്ണ് നിറയുന്ന എനിക്ക് കാണാൻ വയ്യ. അയാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചു കൊടുത്താലേ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. അല്ല, ഏട്ടൻ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ അങ്ങോട്ട് വരുന്നേ? അതെന്താ ചിറ്റേ അങ്ങനെ ഒരു വർത്താനം? ഇവിടെ പ്രത്യേകിച്ച് അച്ഛനൊന്നും ചെയ്യാനില്ലല്ലോ. അച്ഛൻ വന്ന് കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെന്നേ. നെറ്റിക്ക് മാത്രമല്ല,
എനിക്ക് മുഴുവൻ നേരം അച്ഛൻ്റെ കൂടെ ഉണ്ടാവാലോ. മോനിങ്ങനെയൊക്കെ പറയുമ്പോ വല്യച്ഛ, ഞാൻ അച്ഛനോട് വിളിച്ച് കാര്യം പറയട്ടെ, എന്നിട്ട് മതി. ചെറിയച്ഛൻ എതിർപ്പ് വല്ലതും പറയൂ. അച്ഛാ, അല്ല, പറഞ്ഞാൽ തന്നെ ഇതെന്റെ അവകാശമാണെന്നങ്ങ് പറഞ്ഞേക്ക്. അച്ഛാ, അച്ഛൻ്റെ മകന് അത്രയെങ്കിലും അവകാശം തന്നൂടെ അച്ഛാ? അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ എൻ്റെ കൂടെ ഇറങ്ങും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാന്നേ. അച്ഛാ, അച്ഛൻ നോക്കിയോ, അച്ഛനെ കൊണ്ട് ചെല്ലുമുണ്ടല്ലോ അയാൾക്കൊരു ഞെട്ടലുണ്ട്, അത് കഴിഞ്ഞൊരു സന്തോഷവും. ചന്ദ്രിയെ, ശിവാനന്ദം വരുമ്പോ പറഞ്ഞാ മതി. വീട് പൂട്ടിയിട്ട് നിങ്ങൾ പോക്കോ. അല്ല ഏട്ടാ, അല്ലെങ്കിലും കുറച്ച് ദിവസം ഞാനവിടെ പോയി നിൽക്കട്ടെ. അവളെ കൂടെ അല്ലേ? താങ്ക്സ് അച്ഛാ. എന്താ ചൂടല്ലേ? മോന്റെ ആ സ്നേഹം കണ്ടപ്പോ പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. എന്റെ കുട്ടിക്ക് അറിയാണ്ടല്ലോ. അതങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും. മോൻ കഴിക്കുന്നില്ലേ? അയ്യോ, അച്ഛൻ കഴിക്കേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. പിന്നെ അച്ഛാ, കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തിന്? അച്ഛാ, അച്ഛനൊരു ചെക്കപ്പ് നടത്തണ്ടേ, കാർഡിയോളജിയുടെ. ഞാനെന്താ വല്ല രോഗവും മൂർച്ഛിച്ച് കിടക്കുകയാണോ? അച്ഛാ, രോഗം മൂർച്ഛിച്ച് കിടക്കാതിരിക്കാനായി പറയുന്നേ. അച്ഛൻ എന്തെങ്കിലും ചെറിയൊരു വയ്യായ്ക വന്നാലേ ഇയാളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ദേ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ പോവാം. എന്താടോ? അത് പിന്നെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട്. അയ്യേ, അമ്മയോട് ഞാൻ ചോദിക്കില്ലേ. അമ്മയോട് ചോദിക്കാതെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? അച്ഛ, ഇത് അയാളുടെ കാര്യം. എന്ത് പറഞ്ഞാലും അമ്മ അമ്മ അമ്മ. ചില നേരത്തെ തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് എനിക്ക്. എന്നാ പിന്നെ നമുക്ക് പോവാലോ മോളെ? പോവാ അച്ഛാ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അച്ഛനും മോളും കൂടെ ഒരേ മനസ്സോടെ സമ്മതിച്ചല്ലോ.
അല്ല മോളെ കുറേ നേരമല്ലേ സുജാത താഴേക്ക് കണ്ടിട്ട്? കിടക്കാൻ പറ്റാണോ? അച്ഛൻ ഇത് കഴിക്കാൻ, ഞാൻ അമ്മ ഒന്ന് നോക്കിയിട്ട് വരാം.